നന്നായിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹു മുസീബത്ത് ബലാഇനെ തൊട്ടും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് മുനീർ ഇരുമ്പുചോലക്ക് വേണ്ടി മൈക്ക് ലിസിയാണ്. SKICRന്റെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله اسمع دعوات الأمة أنت دافع بأساء الدنيا نشكو إليك شكاوينا هادي بنورك يا الله أنت هادي بنورك يا الله نجاة بنعم الله نسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله هذا قلبي في الرغبة على مشتاق إلى نعم الله ذلت قدني بلا المنة وطلبت لحوكا من جنة وطلبت لحوكا من جنة نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله حسن مرادا يا الله ويريد جوابا منك الله ثبتنا في راق الله وتقبل أعمالا منا وتقبل أعمالا منا نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാജിദ് നമ്മളെ വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. നല്ല ആലാപനമാണ്. നല്ല രീതിയിൽ ആലപിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അഭിനന്ദനങ്ങൾ. കാരണം അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് മനസ്സിലാവുന്നില്ല. അത്രത്തോളം നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കാൻ വേണ്ടി 3-4 പാട്ടൊക്കെ വന്ന് പാടി. നല്ല നല്ല പാട്ടുകൾ, ഒന്നിനൊന്ന് മെച്ചമുള്ള നല്ല പാട്ടുകളാണ് പാടി സജീവമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം ചൊരിച്ചു നൽകട്ടെ. ആമീൻ. മാതാപിതാക്കൾ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. SKICRന്റെ പേരിൽ 1000 നന്ദി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നാരെങ്കിലും കുട്ടികളുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പാടും. ഞാൻ പാടും. അതാണ്. നിങ്ങളാരും വരുന്നില്ലെങ്കിൽ ഞാൻ പാടും. കുട്ടികളുണ്ടാ വരട്ട്. കാരണം കുട്ടികൾക്കാണ് മുൻഗണന. നമ്മളിങ്ങനെ പാടും. നമ്മൾ വയസ്സായ മനുഷ്യന്മാരല്ലേ, പിന്നെ പാടിയിട്ടുണ്ട്. നമുക്കൊക്കെ പാടപ്പോ വേണമെങ്കിൽ പാടില്ല. പാടി തള്ളുന്നതാണ്. കുട്ടികൾ പാടി നല്ല പരിശീലിക്കട്ടെ. കഴിഞ്ഞ മണി 3:30 എന്റെ ബിരിയാണിന്റെ ഒരു ഹാല് പാവം. അങ്ങനെ അതാണ് ഇപ്പൊ ബേജാറാണ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ഞാൻ ആ പാട്ടിലേക്ക് കിടക്കാണ്. പിന്നെ ആ പാട്ടിലേക്ക് ഞാൻ കിടക്കാണ്. ഇനി 2 മാസം കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ റമദാൻ മാസമാണ്. നമ്മള് ഈ മാസം ജമാദുൽ ആഖിർ അവസാനിക്കുകയാണ്. ഇന്ന് 28ആണ്. ഇൻഷാ അല്ലാഹ് 29 നാളത്തോടുകൂടി ചിലപ്പോ അവസാനിക്കും. ഇനി കാലെടുത്ത് വെക്കുന്നത് പരിശുദ്ധ റജബ് മാസത്തിലേക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിലൊക്കെ ഷാബാനിലും റജബിലും ഷാബാനിലും ഒക്കെ നമുക്ക് നന്നായി നല്ല നല്ല ഇബാദത്തുകളൊക്കെ എടുക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഉലമ തങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്തതാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ് ലനാ റമളാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പിന്നെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റമളാനിലേക്ക് നമ്മളൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു പാട്ട് എ.വി. മുഹമ്മദ് സാഹിബ് പാടിയൊരു പാട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ആലപിക്കാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ ഈ വേദിയിലൊക്കെ പാടിയതാണ്. ആൾക്കും ആവർത്തന വിരസത ഉണ്ടാകരുത്, ഈച്ച ഇതന്നെ പാടുള്ളൂ, എ.വി. മുഹമ്മദ് അല്ല വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ മനസ്സിൽ പുരുപുരിക്കരുത്. അങ്ങനെ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അടിച്ചാൽ മതി, ഞാൻ നിർത്തും. ഇൻഷാ അല്ലാഹ് ആ പാട്ടിലേക്ക് ഞാൻ കിടക്കുകയാണ്. കാരണം കുട്ടികളൊക്കെ പാടില്ല, അപ്പൊ കുട്ടികൾക്കൊരു മനസ്സിനൊരു സമാധാനം വേണ്ടേ. കുട്ടികളെ നമ്മൾ ഒരുപാട് പാടി കേൾപ്പിച്ചു, നമ്മൾ അങ്ങോട്ടൊന്ന് അതിന് മറുപടിയായി കൊടുക്കണ്ടേ, അവർക്കും ഒന്ന് മനസ്സിന് ഒരു ശാന്തി ഒരു സമാധാനം ഒക്കെ കിട്ടണ്ടേ. ഓക്കെ, എന്നാൽ ഇൻഷാ അല്ലാഹ് പാട്ടിലേക്ക് ഞാൻ കിടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം, അഹദായ റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും. റമളാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം, അഹദായ റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുദമാസം. സദഖ സദമങ്ങൾ സൽക്കർമ്മമേതും പ്രതിഫലം സിദ്ധിക്കും 70 ഇരട്ടിയായി. ഖുർആൻ ശരീഫിനെ ഇറക്കിയ മാസം, കരുണാനിധി തന്നെ ഖൈറായ മാസം. സദഖ സദർമ്മങ്ങൾ സൽക്കർമ്മമേതും പ്രതിഫലം സിദ്ധിക്കും 70 ഇരട്ടിയായി. ഖുർആൻ ശരീഫിനെ ഇറക്കിയ മാസം, കരുണാനിധി തന്നെ ഖൈറായ മാസം. റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം, അഹദായ റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുദമാസം. ഭക്തി വിശാലമാം വണക്കം തറാവിയും തിക്തമാം പാതകം പൊറുക്കുന്ന മാസം, മുത്തഖിമാരുടെ മൂത്ത് വസന്തം മുന്തും സലാമത്തിൻ മുജറബ് മാസം, മുത്തഖിമാരുടെ മൂത്ത് വസന്തം മുന്തും സലാമത്തിൻ മുജറബ് മാസം. റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം, അഹദായ റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുദമാസം. കാതലാം ലൈലത്തുൽ ഖദറിൽ ഇറങ്ങും കമലമലക്കുകൾ റൂഹും പ്രകാശം, തഖ്വ ഉടയോർക്ക് സലാമും ഒരായിരം, ഷഹറിൻ ശബാബുകൾ ചൊരിയുന്ന മാസം. കാതലാം ലൈലത്തുൽ ഖദറിൽ ഇറങ്ങും കലമലക്കുകൾ റൂഹും
റൂഹും പ്രകാശം തഖ്വ ഉടയോർക്ക് സലാമും ഒരായിരം ഷഹർ ശബാബുകൾ ചൊരിയുന്ന മാസം റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം അഹദായ റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുദമാസം റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം അഹദായ റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുദമാസം. അപ്പോൾ ഏതായിരുന്നാലും പ്രോത്സാഹിപ്പിച്ച എന്റെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് അതിപ്പോ കുട്ടികളും എന്നും ഇല്ല എന്ന് തോന്നുന്നു. അത് എന്തോ നമ്മുടെ പിന്നെ കുട്ടികൾക്കൊക്കെ പിന്നെ സ്കൂളും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സാമിനും അതുപോലെ വെക്കേഷൻ സമയങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അപ്പോ ഒരു പാട്ടും കൂടി പാടി ഞാൻ നിർത്താണ്. നമ്മുടെ പിന്നെ കുരുന്നുകൂട്ടം പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആരെങ്കിലും പാട്ട് പാടാൻ പിന്നെ വലിയ കുട്ടികളുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. ചെറിയ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞു എന്നാണ് തോന്നുന്നു. കുട്ടികളൊക്കെ പിന്നെ പാടി തളർന്നു എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് വലിയവർക്ക് പാടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മൈക്കിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ് എനിക്ക് പോകാറുമായി. പിന്നെ അതന്നെ കുട്ടികൾ അറിയില്ല, പാടി തളർന്നു എന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് കുട്ടികൾ വരട്ടെ. ഞാൻ ഈ പാട്ടും കൂടി പാടി പിന്നെ നോക്കാം. കുട്ടികളുണ്ടെങ്കിൽ തുടരാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, മറ്റുള്ള പരിപാടികളിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഠിനഹറാറിൽ മാനം പൊട്ടി കരയവനിങ്കൽ കാരം നീട്ടി കനിയുവനേരെ ദുആ ചെയ്യും ദയവുടയോനെ കരുണക്കടലല ചിന്തും ഖാദിമായോരധിപതിയോനെ കഠിനഹറാറിൽ മാനം പൊട്ടി കരയവനിങ്കൽ കാരം നീട്ടി കനിയുവനേരെ ദുആ ചെയ്യും ദയവുടയോനെ കരുണക്കടലല ചിന്തും ഖാദിമായോരധിപതിയോനെ ഉടയവനിന്റെ ലഹീപായ അടിമയിൽ വന്ന് തീരവായ ഉടലതി വന്ന് ക്ഷീണം തൊട്ടും ഒരു പിടിയായ അപകടം ഒഴിവാൻ നിന്നോടിരക്കുന്നു കേണിടലായേ ഉടയവനിന്റെ ലഹീപായ അടിമയിൽ വന്ന് തീരവായ ഉടലതി വന്ന് ക്ഷീണം തൊട്ടും ഒരു പിടിയായ അപകടം ഒഴിവാൻ നിന്നോടിരക്കുന്നു കേണിടലായേ കഠിനഹറാറിൽ മാനം പൊട്ടി കരയവനിങ്കൽ കാരം നീട്ടി കനിയുവനേരെ ദുആ ചെയ്യും ദയവുടയോനെ കരുണക്കടലല ചിന്തും ഖാദിമായോരധിപതിയോനെ കയ്യുവനില്ല സമ്പത്തൊന്നും കരളിലുരുക്കം അല്ലാതെന്നും കഥ പറയാനില്ലാതെ ഞാനും ബന്ധു സമേതം കഷ്ടത കാലക്കേടിത് വന്നു ഭവിച്ചാൽ ഓതിടും വേദം കഴിയുവനില്ല സമ്പത്തൊന്നും കരളിലുരുക്കം അല്ലാതെന്നും കഥ പറയാനില്ലാതെ ഞാനും ബന്ധു സമേതം കഷ്ടത കാലക്കേടിത് വന്നു ഭവിച്ചാൽ ഓതിടും വേദം കഠിനഹറാറിൽ മാനം പൊട്ടി കരയവനിങ്കൽ കാരം നീട്ടി കനിയുവനേറെ ദുആ ചെയ്യും ദയവുടയോനെ കരുണക്കടലല ചിന്തും ഖാദിമായോരധിപതിയോനെ
ഇനി 2 സെറ്റും കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അസീദ് യമാനി ഉസ്താദി അതുപോലെ തന്നെ റഷി ഇവരൊക്കെ വന്നിട്ടുണ്ട്. മൈക്കിൽ കുട്ടികളാണെന്ന് അറിയില്ല. അസീദ് യമാനി ഉസ്താദിന്റെ കൂടെ കുട്ടികളാണോ അല്ല അസീദ് യമാനി ഉസ്താദി ആണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് കുട്ടികളായിരിക്കും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്, അവർ വന്ന് പാടട്ടെ. ആരെങ്കിലും നിയന്ത്രിക്കാൻ ഫസൽ ഫാസ്റ്റ് നിങ്ങളൊന്ന് നിയന്ത്രിക്കുക. ഇനിയും കുറെ കുട്ടികളുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് നിയന്ത്രിക്കുക. ഫസൽ ഫാസ്റ്റ് നിങ്ങളൊന്ന് നിയന്ത്രിക്കട്ടോ. നോക്കാം, നിങ്ങൾ നോക്കണം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ അസർ ബാങ്കും വിളിച്ചു. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അല്ലാഹ് ലക്കൽ ഹംദു വലക്കൽ ശുക്രു വലക്കൽ തനാഉൽ ഹസൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് കുരുന്നുമക്കള് റൈസാനയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ പരിപാടി ഇനിയും ഇൻഷാ അല്ലാഹ് പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് കുംബ്ലെ ജസാഖുല്ലാഹു ഖൈറൽ ജസാ ഇതുവരെ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നാം ആഴ്ചതോറും നടത്തി വരുന്ന കുരുന്നുകൂട്ടത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കാൻ വന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല പാട്ടുകൾ ബഹുമാനപ്പെട്ടവർ പാടുന്നു. വലിയ സന്തോഷം തോന്നുന്നു. അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകട്ടെ. ഇടക്കാലത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർക്ക് ചില അസുഖങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോവുകയും ഞങ്ങളുടെ കുരുന്നുകൂട്ടത്തിൽ നിന്നും കുട്ടികൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ ബഹുമാനപ്പെട്ടവരെ കിട്ടാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം അത് ഓർത്തു പോവുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിന് അല്ലാഹു തആല എല്ലാവിധ ശിഫാവും നൽകുമാറാകട്ടെ. ഒരു അത്യാവശ്യം ബഹുമാനപ്പെട്ടവർ നമ്മൾ കേൾക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു 20ന്റെ നല്ലൊരു ചുരുക്കുള്ള ഒരു മനുഷ്യൻ ഉഷാറായിട്ട് പാടുന്ന പോലൊക്കെ തോന്നും. പക്ഷെ ബഹുമാനപ്പെട്ടവർക്ക് നല്ല അത്യാവശ്യം നമ്മുടെ ഉപ്പമാരൊക്കെ പ്രായം ഉണ്ട്. അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഖിദ്മത്ത് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിയെ കുരുന്നുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനിയും വരുന്ന കൂട്ടത്തിലേക്ക് ഉസ്താദ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വരണം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ അദ്ദേഹത്തിന് ബിസി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുരുന്ന് മക്കളുടെ കൂടെ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരെല്ലാവർക്കും തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ മൈക്കിൽ വന്നത്. ബഹുമാനപ്പെട്ട അസീസ് യമാനി ഉസ്താദ് യമാനിയ അറബിക് കോളേജിൽ നിന്നുള്ള ഒരു കുരുന്നുമായിട്ട് വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുരുന്നുമക്കൾ ഇനിയുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മുടെ കുട്ടികൾ വിളിച്ചു കഴിഞ്ഞാൽ അത് വന്നോളും. അപ്പൊ കുരുന്നുമക്കൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കുട്ടികളും ദിൽഷാദ് എന്നായുള്ള കുട്ടിയാണെങ്കിലും നമ്മുടെ മജിദ മോളാണെങ്കിലും ഒക്കെ ഇനിയും മൈക്കിലേക്ക് റൈസാനായിട്ട് വരണം. ഹസൻ മോനാണെങ്കിലും ഒക്കെ അതിനിടയ്ക്ക് നേരത്തെ കേൾക്കാൻ സാധിച്ചിട്ടുള്ള 2 വിഷയങ്ങൾ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ദിൽഷാദ് മോന് നമുക്കൊക്കെ അറിയാം, നമുക്ക് അറിഞ്ഞതുപോലെ തന്നെ ദിൽഷാദ് മോന് സുഖമില്ല നമുക്കൊക്കെ അറിയാം. അല്ലാഹു തആല ആ കുട്ടിക്ക് പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ഈ ഒരു പരിപാടിയുടെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഒക്കെ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അസീസ് യമാനി ഉസ്താദിനെ മൈക്ക് റിലീസ് ചെയ്യുന്നു. ബാക്കി പിന്നീട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസീസ് യമാനി ഉസ്താദ് കേൾക്കുന്നില്ലേ? അദ്ദേഹത്തിന് മരുവ് ബാങ്കായിട്ടുണ്ടാവും, പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് മൈക്ക് വിട്ടത്. മുഹമ്മദ് ജിംഷാദ് ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട അസീസ് യമാനി ഉസ്താദ് നാട്ടിൽ നിന്ന് അതുകൊണ്ട് മരുവ് ബാങ്കിന് സമയമായിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഷാ അല്ലാഹ്. അസീസ് യമാനി ഉസ്താദ് മൈക്കിലേക്ക് വന്നു. കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാപി പാടുന്നിതാ, വിഷാദങ്ങളാലെ ഞാൻ പാടുന്ന തിരുഗീതം കേൾക്കും നബിയെ അസ്സലാം, കേൾക്കും നബിയെ അസ്സലാം. ഇഷ്കിന്റെ തേനാറിൽ നാളേറെയായി ഞാൻ പാടുന്നു മധു
حبيبي تميل ومعي بذلك شاهد ودليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا سرت دموع العاشقين تسيل കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാടി പാടുന്നിതാ വിഷാദങ്ങളാലെ ഞാൻ പാടുന്ന തിരുഗീതം കേൾക്കും നബിയെ അസ്സലാം കേൾക്കും നബിയെ അസ്സലാം മധുര മദീന എന്റെ മനസ്സിലെ സീന മെഹബൂബിൻ വീട എന്റെ മധുര മദീന എന്റെ മനസ്സിലെ സീന മെഹബൂബിൻ വീട എന്റെ മശൂക്കിൻ നാട ഇഷ്ക് രുചിക്കാൻ പാടി ഞാൻ എന്റെ ഇഷ്ടം ലഭിക്കാൻ തേടി ചൊരിയെങ്കിൽ റോഹാം കടനം നിറഞ്ഞു ഞാൻ പാടിയ നേരം കണ്ണുനീർ വാർത്തല്ലോ ആശിക്കുന്നയനം കരളിൽ വരേറി ഓർത്തു ഞാൻ ഗീതം കേട്ടവർ വരേറി തീർത്തല്ലോ ഗേദം കരയാത്ത കണ്ണാലെ ആടുന്ന പാപിനാൻ കറുത്ത കൽബാലെ കാരണമറിയറിയുന്ന കണ്ണാലെ ഒരു പാട്ടു പാടി തേടി പല നാൾ മദീനയോർത്ത് പല രാവി കനവിൽ കൂടി തിരുനൂറിൻ വില തേടി ഒന്നു പിരിയണം അതിനായി പാടുഗീതമൊന്നു കേൾക്കണം إن القلوب إلى الحبيب تميل ومعي بذلك شاهد ودليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع ആശിക്കീന തസീലു കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാടി പാടുന്നിതാ വിഷാദങ്ങളാലെ ഞാൻ പാടുന്ന തിരുഗീതം കേൾക്കും നബിയെ അസ്സലാം കേൾക്കും നബിയെ അസ്സലാം അകല മദീന അരികിൽ വരണം നജീന യാ ഹബീബന കനവിലണയണം സീന അകല മദീന അരികിൽ വരണം നജീന യാ ഹബീബന കനവിലണയണം സീന തൊയ്ത മദീന എന്റെ കൽബിലെ തേന തഴുകും മദീന തണലു തരണം നബീന ആഹിറമോർക്കുമ്പോൾ ആകെ നിരാശ ആശിക പിരിയണമെന്നാണെന്റെ ആശ അവിടുത്തെ മധുവലികൾ മാത്രം പ്രതീക്ഷ അതിനായി കേയുന്നു ചൊരിയുമോ രക്ഷ മധുകൾ പാടിയവർ ആഹിറം നേടിയേ ഇഷ്കിന്റെ കൽവിയില്ലാതാണെന്റെ പേടിയേ ഇനിയും ഞാൻ പാടുന്നു മനം നൊന്തു കേയുന്നു തുടിക്കുന്ന കൽബാലെ ഒരു പാട്ടു പാടു തേടി മതി മറഞ്ഞു ഇഷ്ക് തേടി മെഹബൂബിൻ മദത് കൂടി ഇന്നെന്റെ കനവിൽ വരാമോ ഹബീബേ ഒന്നാക്കരങ്ങൾ മുത്തണം തൊബിയേ ഇന്നൽ ഖുലൂബ ഇലൽ ഹബീബി തമീലു ومعي بذلك شاهد ودليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാടി പാടുന്നിതാ
വിഷാദങ്ങളാലെ ഞാൻ പാടുന്ന തിരുഗീതം കേൾക്കും നബിയെ അസ്സലാം, കേൾക്കും നബിയെ അസ്സലാം. ഇഷ്കിന്റെ തേനാറിൽ നാളേറെയായി ഞാൻ പാടുന്നു മധുവലികൾ യാ റസൂലേ. ഇഷ്കെന്നറിയണം ആശിക്കൈ പാടുന്നു കേൾക്കണം എളിൽ ഹബീബി തമീലു വമഈദിദാലിക ഷാഹിദും വദലീലു. അമ്മ ദലീലു ഇദാ ദകർതു മുഹമ്മദാ, അമ്മ ദലീലു ഇദാ ദകർതു മുഹമ്മദാ. സറദ്ദുമുഇൽ ആശിഖീന തസീലു കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാടി പാടും നിതാ. വിഷാദങ്ങളാലെ ഞാൻ പാടുന്ന തിരുഗീതം കേൾക്കും നബിയെ അസ്സലാം, കേൾക്കും നബിയെ അസ്സലാം. എല്ലാവരും ദുആ ചെയ്യും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മനോഹരമായിട്ടുള്ള പാട്ട്, മാഷാ അല്ലാഹ്. ഒരുപാട് നേരം അറബിയിലും മലയാളത്തിലൊക്കെയുള്ള പാട്ട്, കുട്ടി പാട്ട് പാടിയ പോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാനും അള്ളാഹു തആല നമുക്കൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ ശ്രോതാക്കൾക്കും നമുക്കും ഈ പാടിയ കൂട്ടുകാർക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ മനോഹരമായിട്ടുള്ള പാട്ട് അല്ലേ, വളരെ മനോഹരം. എങ്ങനെയാണ് ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് പോലും വരികൾ കിട്ടുന്നില്ല. ആരാണ് മോനെ ഈ പാട്ട് എഴുതിയത്? റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാലുള്ള തെളിവെന്താണ്? കണ്ണുനീര് അവിടത്തോടുള്ള ഇഷ്ക് കൊണ്ട് ഒഴുകലാണ്. വളരെ മനോഹരമായിട്ടുള്ള വരികള്. ആരാണ് മോനെ? മോന്റെ പേരെന്താണ്? പേരൊന്നും പറയാതെയാണ് പാട്ട് പാടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഞങ്ങളൊക്കെ പിന്നെ ആ പാട്ടിലങ്ങ് എന്താ പറയാ ലയിച്ചു പോയി. വളരെ മനോഹരമായിട്ടുള്ള പാട്ട്. മോന് തന്നെ ഒന്ന് മൈക്കിൽ വന്നാ മതി, എവിടുന്നാണ് എന്നും ആരാണ് പാടിയത്, കൂടെ പാട്ട് പാടാൻ സഹായിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ ഇൻഷാ അള്ളാഹ് മോന് വരുമല്ലോ അല്ലെ. ഇനി റഷി എന്ന ഐഡിയിലുള്ള റഷീദ് എന്നായിരിക്കും പേരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ റാഷിദ് എന്നായിരിക്കും പേര്. എന്തായാലും മോന് ഇൻഷാ അള്ളാഹ് ദിൽഷാദ് മോന് റൈസാന് ചെയ്ത് നിൽക്കണേ. ഏതായാലും മോന് വേണ്ടി ഒന്നും കൂടി പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം. കാരണം ഒരുപാട് ശ്രോതാക്കള് നമ്മുടെ ഈ ഒരു ബൈലക്സിലുള്ള 126 ID മാത്രമല്ലല്ലോ, നമുക്ക് റേഡിയോ ശ്രോതാക്കൾ ഒരുപാടാണ്. അപ്പൊ ആ ശ്രോതാക്കളൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള പാട്ട് പാടിയ കുട്ടി എവിടെയാണ്, കുട്ടിയുടെ നാട് എവിടെയായിരിക്കും, കുട്ടി ആരുടെ മോനായിരിക്കും എന്നൊക്കെ കേൾക്കാനും. വഅലൈക്കും സലാം. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഷെരീഫ് ഹാഫിദ് ഷെരീഫ് ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്, ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് ദുബായില് മക്കളൊക്കെ പാട്ട് പാടുന്നപ്പോൾ പ്രതീക്ഷിക്കണം. ഉസ്താദ് വളരെ പെട്ടെന്ന് തന്നെ മൈക്കിൽ റൈസാൻ ചെയ്ത് നിൽക്കണം. കുരുന്നുകളൊക്കെ പാട്ട് പാടാൻ റെഡിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് മർഹബ. ഏതായാലും മോന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യണം. റഷീ മോന് വേണ്ടിയിട്ട് മോനൊന്ന് പരിചയപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ പാട്ട് പാടിയത് എന്റെ പേര് മുഹമ്മദ് റാഷിദ്. എന്റെ ഐഡിയിലാണ് ഈ ഉള്ളത്. ഇവിടെ പാട്ട് പാടിയത് എന്റെ ഇവിടെ പെങ്ങളെ മകൻ സുഹാദ്. കിനാലൂരാണ് അവരുടെ വീട്. കിനാലൂർ ബാലുശ്ശേരി കിനാലൂർ. പിന്നെ ഈ പാട്ട് എഴുതിയത് ആരാന്ന് അറിയില്ലെങ്കിലും ഷഹീൻ ബാബു എന്ന വിദ്യാർത്ഥിയും ഷുക്കൂർ ഇർഫാനി എന്ന വിദ്യാർത്ഥിയും പാടിയ പാട്ടാണ്. എന്റെ പേര് ഫുആദ് എന്നാണ്. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം, എന്റെ കുടുംബത്തിന് വേണ്ടിയും
ദ്വാക്കണം. ഞാൻ ബാലുശ്ശേരി മർക്കസിൽ പഠിക്കുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മഷ്കൂർ ജസാക്കല്ലാഹു ഖൈറൽ ജസാ. മാഷാഅല്ലാഹ്. നമ്മുടെ ഫുആദ് മോന് ബാലുശ്ശേരിയിൽ നിന്നുള്ള ഫുആദ് മോന്, ബഹുമാനപ്പെട്ട റഷീദ് എന്ന ഐഡിയിൽ നിന്ന് ഫുആദ് മോനാണ് ഇൻഷാഅല്ലാഹ് ബാലുശ്ശേരി മർക്കസിൽ പഠിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു തആല ഇൽമിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. സമുദായത്തിന് ഉപകരിക്കുന്ന ഇൽമ കരഗതമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു തആല നമ്മുടെ ഫുആദ് മോനെയും അത് പാഠന സൗകര്യം ചെയ്തു കൊടുത്ത റഷീദ് മോനെയും ഒക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ കുരുന്നുകൂട്ടത്തിൽ വന്ന് പാട്ടുപാടുന്ന എല്ലാ കുട്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ കുട്ടികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ട് കഴിഞ്ഞാലും ബാപ്പ ഉമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളിൽ, അവർക്ക് വേണ്ടി ദിക്റ് ചൊല്ലി ഹദിയ ചെയ്യുന്ന മക്കളിൽ, അവരെ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ അന്ത്യം വരെ, മക്കളുടെ അന്ത്യം വരെ മാതാപിതാക്കളെ ഓർക്കുന്ന മക്കളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഈ ഭൗതികവും മതപരവുമായിട്ടുള്ള ഇൽമ കരഗതമാക്കാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. ഇനിയും നമ്മുടെ ഫുആദ് മോനെ നല്ല കഴിവുള്ള മോനാണ്. മാഷാ അല്ലാഹ്. നല്ല പാട്ട്, ഒരുപാട് അർത്ഥമുള്ള പാട്ട്, ഒരു അറബി കവിതയാണെങ്കിൽ അതിനേക്കാൾ അർത്ഥം, പിന്നെ മലയാളത്തിലും എന്തായാലും വളരെ മനോഹരമുണ്ട്. ഏതെങ്കിലും ഉസ്താദുമാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ തന്നെ എനിക്ക് തോന്നുന്നു മൈക്ക് ചാടിയിട്ട് അവര് അതിനെ ആശംസിക്കുകയും അതിന് ഒരുപാട് അഭിനന്ദന ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വരികൾ, അതിനേക്കാളേറെ കേൾക്കാനും നല്ല ഈണത്തിൽ പാടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷം തോന്നുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും പാട്ടുമായിട്ട് വരണം. അപ്പോ അടുത്തതായിട്ട് ദിൽഷാദ് മോനാണ്. ഏതായാലും നമ്മുടെ ഫുർഖാൻ എന്ന ഐഡിയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദിന്റെ മക്കള് നാട്ടിൽ നിന്ന് വന്നതാണ്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ കുരുന്നുകൂട്ടത്തിൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയും എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുരുന്നുമക്കളൊക്കെ റൈസാരി ചെയ്തു വരണം. ഏതായാലും ദിൽഷാദ് എന്ന ഐഡിയിലുള്ള കുരുന്നിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഫുആദ് മോനെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനിയും കുരുന്നുകൂട്ടത്തിൽ വരണം. അവസരം ഉണ്ടാകുന്ന സമയത്തൊക്കെ റഷീമോന് അവന് സൗകര്യം ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫുആദ് മോൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ദിൽഷാദ് മോന് വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ദംസാസ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തിങ്കളിൽ തളി തിങ്കളാ തിരുനബി നാദനാ ലോകമാകെ കൗതുകത്താൽ ആരവം ഈത്തപ്പനവും പാടിയേ അർശപുലകം തൂങ്ങിയേ പറവകൾക്കും മക്കളാട്ടിൽ ആരവം യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ് യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ്. തിങ്കളിൽ കളി തിങ്കളാ തിരുനബി ജാതരാ ലോകമാകെ കൗതുകത്താൽ ആരവം ഈത്തപ്പനവും പാടിയേ അർശപുലകം തൂകിയേ പർവകൾക്കും മക്ക നാട്ടിൽ ആരവം യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ് യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ദംസസ് മോൻ ദിൽഷാദ് എന്ന ഇല്ലാത്ത സമസ്തകൾ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സജീവമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഐഡിയാണ് ദിൽഷാദ് എന്നുള്ള ഐഡി. മുഹമ്മദ് ദംസസ് മോൻ അല്ലേ? ദംസസ് മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കുരുന്നു മക്കളൊക്കെ മൈക്കിൽ വരുന്ന സമയത്ത് പേരും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് കൂടി പറയണേ. ദംസസ് മോന് മാഷാ അല്ലാഹ് ചെറിയ കുട്ടിയാണല്ലോ. 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഇത്രയും മനോഹരമായിട്ട് പാടിയത്.
മാഷാ അല്ലാ മാഷാ അല്ലാ. പിന്നെ നമ്മുടെ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് പൂക്കളൊക്കെ കുറവാട്ടോ. ഈ സിദ്രമോളൊക്കെ ബഹ്റൈനിന്ന് പൂവിടുന്നത് വളരെ കുറവാന്നാ തോന്നുന്നു. പഴയ പോലെ ഒന്നും പൂവിടുന്നില്ല. അവര് പാട്ട് പാടാനും വരുന്ന കാണില്ലല്ലോ. എന്തു പറ്റി? ബഹ്റൈനിൽ നിന്നുള്ള സിദ്രമോളൊക്കെ പാട്ട് പാടാനേ വരുന്നില്ല ഇപ്പോ. ഇൻഷാ അല്ലാ ഏതായാലും നമ്മുടെ പിന്നെ മുഹമ്മദ് ദംസസ് മോന് ഇൻഷാ അല്ലാ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ദംസസ് മോന് പാടുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ ദിൽഷാദ് മോനെയാണല്ലേ. നമ്മുടെ ദിൽഷാദ് മോന് നമുക്ക് ബൈലക്സിലെ മൈക്കിലൊക്കെ എടുത്ത് വന്ന് പാടാനൊന്നും കഴിയാത്തൊരവസ്ഥയിലല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സങ്കടത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ പിന്നെ ദിൽഷാദ് മോന് വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു റാഹത്ത് നൽകട്ടെ ദിൽഷാദ് മോന് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകുമാറാകട്ടെ കുടുംബത്തിൽ. കൂടാതെ നമ്മുടെ ദിൽഷാദ് മോന്റെ എല്ലാവിധ അസുഖങ്ങളും വളരെ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. ആ അസുഖമൊക്കെ ശിഫ ആയി എന്നുള്ള സന്തോഷ വാർത്ത നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഉസ്താദുമാരുടെ സംസാരത്തിലൂടെ കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായിട്ടുള്ള മശായിഖന്മാർ, ഉസ്താദുമാർ, നിഷ്കളങ്കരായിട്ടുള്ള ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട്, മരണപ്പെട്ടു പോയ സൂഫി വര്യന്മാരായിട്ടുള്ള ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, എല്ലാ മഹാന്മാരായ ഔലിയാക്കള്, അമ്പിയാക്കള്, ഇമാമിങ്ങളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദിൽഷാദ് മോനെ, നമ്മുടെ സ്വന്തം ദിൽഷാദ് മോനെ അള്ളാഹു തആല ആ അസുഖം വളരെ പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ആ അസുഖം ശിഫ ആയി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, അതിപ്പോ കുരുന്നു മക്കൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഈ അസുഖം എന്ന് പറഞ്ഞാൽ വലിയ വിഷമുള്ള കാര്യമാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ തകരുന്നതാണ്. നമുക്കറിയാം, ആര് കണ്ടാലും മറക്കുന്ന വെറുക്കുന്ന അസുഖങ്ങള് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ പല ആളുകൾക്കും, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബത്തിലൊക്കെ ആളുകൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ആ ഒരു കുടുംബം അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തായാലും ആര് കണ്ടാലും അറക്കുന്ന വെറുക്കുന്ന മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്ന അസുഖങ്ങളിൽ നിന്ന് ഇവനെ കൊണ്ട് തോറ്റു, ഇവളെ കൊണ്ട് തോറ്റല്ലോ പടച്ചോനെ, കിടന്നിടത്ത് വെച്ചുകൊണ്ട് തന്നെ തിന്നുകയും കുടിക്കുകയും കാഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള അവസ്ഥ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് റബ്ബേ. അത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ടവരെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ഉമ്മമാരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉസ്താദന്മാരെയും ഒക്കെ റഹ്മാനായ റബ്ബേ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളുടെ കുരുന്നു മക്കളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ എല്ലാ മഹാന്മാരായിട്ടുള്ള സാദാത്യങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം ഇൻഷാ അല്ലാ. ഏതായാലും ദിൽഷാദ് മോന് ഇൻഷാ അല്ലാ ഇനിയും നമ്മുടെ നമുക്ക് നേരത്തെ പാട്ട് പാടി തന്ന ദംസസ് മോനൊക്കെ പാട്ട് പാടാൻ വേണ്ടി ഇനിയും മൈക്കിൽ വരണം. അതുമോനൊക്കെ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. ഏതായാലും ഫുർഖാൻ ഇനി മുതൽ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സജീവമായിട്ട് നമ്മുടെ കുരുന്നുകൂട്ടത്തിൽ പങ്കെടുക്കും. നമ്മൾ പ്രതീക്ഷിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഹാഫിള് ഉസ്താദിന്റെ മക്കള് ഇൻഷാ അല്ലാ ഫാമിലിയൊക്കെ നാട്ടിലൊക്കെ ഇനി മുതൽ അങ്ങോട്ട് പ്രവാസ ജീവിതം നയിക്കാൻ പോവാ. അപ്പൊ കുരുന്നു മക്കൾ എല്ലാവരും പാട്ട് പാടും നമ്മൾ പ്രതീക്ഷിക്കുന്ന. ആദ്യമായിട്ട് നമ്മുടെ ഫുർഖാൻ എന്ന ഐഡിയിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് മുഹ്സിൻ മോനാണ് പാട്ട് പാടാൻ പോകുന്നത്. മുഹമ്മദ് മുഹ്സിൻ മോന് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാണ് ഇൻഷാ അല്ലാ. മോന് പാടിയിട്ടുണ്ടാകും മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മുഹമ്മദ് മുഹ്സിൻ മോന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാണ് ഇൻഷാ അല്ലാ. അതിനുശേഷം ബാക്കി പറയാം. മുഹമ്മദ് മുഹ്സിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് മുഹസിൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹലോ حبيبي يا رسول الله شفيعي يا رسول الله أهدى يا أوديان محمد يا رسول الله حبيبي يا رسول الله شفيعي يا رسول الله أهدى يا أوديان محمد يا رسول الله
മണിമുത്ത് നബിയല്ല മണിമക്കായി ജനിച്ചുള്ള മദീനയിൽ നിറഞ്ഞുള്ള നബിയോരിൽ സ്വലാത്തുള്ള ഹബീബി യാ റസൂലല്ലാഹ് ഷഫീഇ യാ റസൂലല്ലാഹ് അഹദായ ഉടയോന്റെ മുഹമ്മദ് യാ റസൂലല്ലാഹ്. ജനിച്ചല്ലോയത്തി വളരുമല്ലോ യതീമായി ജനിച്ചല്ലോ കനിവായി ക്ഷണിച്ചല്ലോ തന്നിതിന് വളരുമല്ലോ ഇസ്ലാന്തി ഹബീബി യാ റസൂലല്ലാഹ് ഷഫീഇ യാ റസൂലല്ലാഹ് അഹദായ ഉടയോന്റെ മുഹമ്മദ് യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വളരെ സന്തോഷം തോന്നുന്നു. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും മുഹ്സിൻ മോനെ അറിയിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് മോന് പാട്ട് പാടിയത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഉപ്പാന്റെ ഒക്കെ പോലെ ഹാഫിളൊക്കെ ആയി വലിയ പള്ളിയിലൊക്കെ ഇമാമാവാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ് മുഹമ്മദ് മുഹ്സിൻ മോൻ. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ആഴ്ചയും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടന്നു വരുന്ന കുരുന്നുകൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് മുഹ്സിൻ മോനെ സജീവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സജീവമാകൂലേ മുഹ്സിൻ മോൻ? മുഹ്സിൻ മോൻ എന്നും എപ്പോഴും ഒരു 2-3-4 പാട്ടൊക്കെ പഠിച്ചു വന്ന് നമ്മളെ കുരുന്നുകൂട്ടത്തിൽ സജീവമാകണം ഇൻഷാ അല്ലാഹ്. വളരെ മനോഹരമായിട്ട് പാടി. പക്ഷെ മോൻ എന്താ വളരെ പെട്ടെന്ന് നിർത്തിയേ? ക്ഷീണിച്ചോ? പെട്ടെന്ന് നിർത്തിയല്ലോ. കുറഞ്ഞ വരികൾ മാത്രം പാടിയിട്ട് നിർത്തി. ഇനിയും പാട്ടുണ്ടല്ലോ, ഒരുപാട് പാട്ട്. ആ പാട്ട് തന്നെ ഇനി ഒരുപാട് പാടണം മോനെ. ഇനിയും മൈക്കിലേക്ക് വരണം മോനെ. തുടക്കത്തിലായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നിർത്തുന്ന മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയും റൈസാൻഡ് ചെയ്ത് മുഹ്സിൻ മോനെ വരും. മുഹ്സിൻ മോന് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, ഇനിയും കുരുന്നു മക്കളുണ്ടല്ലോ അല്ലെ? തുടക്കമാണെങ്കിലും ഇനിയും മൈക്കിൽ വരണം. ഒരു ദിവസം തന്നെ ആ പ്രയാസങ്ങളൊക്കെ തീർത്ത് പോയി കഴിഞ്ഞാൽ നല്ല സന്തോഷമാകും. പിന്നെ അടുത്ത കുറി ഒരു പേടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് നേരം പാട്ട് പാടാൻ കഴിയുമല്ലോ അല്ലെ ഉസ്താദെ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഹ്സിൻ മോൻ ഇനിയും മൈക്കിൽ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഹ്സിൻ മോനെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. നമ്മുടെ മുഹ്സിൻ മോനെ അല്ലാഹു തആല മതവും ഭൗതികവുമായ എല്ലാ വിദ്യാഭ്യാസവും നുകരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഹാഫിളീങ്ങളായ കുട്ടികളിൽ ഇപ്പോൾ ഹാഫിളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും ദുആ ചെയ്യുന്നത്. ആർക്കൊന്നും തോന്നരുത്. എന്തായാലും നമ്മുടെ കുടുംബമക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഫിളീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലെ? ഹാഫിളീങ്ങളിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും മുഹ്സിൻ മോൻ ഇനിയും വരും മൈക്കിലെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കുടുംബമക്കൾ നമ്മുടെ ഞാൻ കൂടുതൽ മൈക്കിൽ നിൽക്കല്ല, നമ്മുടെ മുഹമ്മദ് എന്താ പറയാ ഫുആദ് മോനെ, മുഹമ്മദ് റാഷീദ് എന്നുള്ള ഐഡിയിലുള്ള മുഹമ്മദ് ഫുആദ് മോനെ എന്ന് കുറച്ചു നേരത്തെ വളരെ മനോഹരമായിട്ട് പാടിയത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ദിൽഷാദ് എന്ന ഐഡിയിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് അൽസാസ് മോന് പാട്ടുപാടി തന്നു. അതിനുശേഷം നമ്മുടെ കുരുന്നുകൂട്ടത്തില് ആദ്യമായിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫുർഖാൻ എന്ന ഐഡിയിലുള്ള നമ്മുടെ മുഹമ്മദ് മുഹ്സിൻ എന്ന കുരുന്നു മോന് വന്നു. വളരെ മനോഹരമായിട്ട് പാടി. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ പാടിയ ആളുകളൊക്കെ മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടെ നമ്മുടെ ഹൈദർക്ക് അങ്ങനെ ഇടയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നുണ്ട്. സുൽത്താൻ മോൻ എപ്പോഴാണോ ഫോണിൽ വരുന്ന അപ്പോ ഹൈദർക്ക് റൈസാന് ചെയ്ത് PM ചെയ്യണം. അപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാലോ അല്ലെ? നമ്മുടെ ഹൈദർക്കയും സുൽത്താനും മോനും വളരെ മനോഹരമായിട്ട് കുരുന്നുകൂട്ടത്തിൽ സജീവമാക്കുന്ന ആൾക്കാരാണ്. ഹൈദർക്ക് ഫോം വിളിക്കുന്ന നാട്ടിലേക്ക് എന്നിട്ടുള്ള സുൽത്താൻ മോന് മൈക്കിൽ നല്ല രൂപത്തിൽ നല്ല സൗണ്ടില് ക്ലിയറിൽ HD ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ പാട്ടുകാടുന്നത് കേൾക്കുമ്പോൾ മാഷാ അല്ലാഹ് അല്ലാഹു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് ശ്രോതാക്കൾക്ക് സന്തോഷമുണ്ടാക്കാൻ നമ്മുടെ കുരുന്നു മക്കൾക്ക് കഴിയുമെന്നുള്ളതാണ്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. കുരുന്നു മക്കളെയൊക്കെ അല്ലാഹു തആല സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. കൂടുതൽ സംസാരിക്കാതെ ഇൻഷാ അല്ലാഹ് നമ്മുടെ റാഷി എന്ന ഇതിലുള്ള കുരുന്നു മോന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യട്ടെ. ഇനിയും എന്റെ കുരുന്നു മക്കൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അലൈക്കും. എന്റെ കൂടെ പാടാൻ റാഷിദ് കാക്കന്റെ അനിയനുമുണ്ട്, പേര് സിനാൻ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റി പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅേ യാ മുഹമ്മദേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റി പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅേ യാ മുസമ്മിലേ. ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ 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 യാ അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തദ നബിയോ ഖൈറിൻ വദന മന്ത്രമേറെ. അഖിലം പാടിയ റസൂലേ. പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തദ നബിയോ ഹാശിവംശ ഖുറൈശി മലരെ ആലമൊത്തം പുകളത്ത നൂറ്. ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ. ഹാശിവംശ ഖുറൈശി മലരെ ആലമൊത്തം പുകളത്ത നൂറ്. ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റി പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅേ യാ മുസമ്മിലേ. ഹൃദയം സ്നേഹദീപ്തിയാണ്, നബി മൊഴി സത്യസിന്ധുവാണ്. ദൂതത്യാഗമാവോളം താണ്ടി വന്നതിൽ പൊലിമദീനിനാണ്. ഹൃദയം സ്നേഹദീപ്തിയാണ്, നബി മൊഴി സത്യസിന്ധുവാണ്. ദൂതത്യാഗമാവോളം താണ്ടി വന്നതിൽ പൊലിമദീനിനാണ്. കൂഫുൽ വറായ ത്വാഹ റസൂല് ശംസുൽ വറായ ആലം നസീബ് യാ റസൂലേ യാ നബിയേ യസ്ജിബിൽ പൂങ്കാവേ. റസൂലേ ശംസുൽ വറായ ആലം നസീബ് യാ നബിയേ യസ്ജിബിൽ പൂങ്കാവേ. ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റി പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബാ നബി ത്വാഹ ത്വാഹ വമൗലിദുൻ നബി ജാഅ ജാഅ യാ റസൂലേ യാ ശഫീഅേ യാ മുസമ്മിലേ. ത്വയ്യിബ ത്വയ്യിബ യാ ത്വയ്യിബ 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 യാ ത്വയ്യിബ. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ കൂടെ റാഷിദ് ഖാന്റെ മൂന്നാമത്തെ അനിയനും ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. 3 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ദുആ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മബ്റൂക്ക് മബ്റൂക്ക് മാഷാ അല്ലാഹ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഫുആദ് മോന് പാടി. കൂടെ നമ്മുടെ റാഷിദിക്ക പാട്ട് പാടാൻ ഹെൽപ്പ് ചെയ്തു. റാഷിദിക്കയുടെ അനിയൻ സിനാനു മോന് ഹെൽപ്പ് ചെയ്തു. ഇനിയും ഒരു ചെറിയ അനിയൻ ഉണ്ടായിരുന്നു, പക്ഷെ പേര് അറിഞ്ഞിട്ടില്ലല്ലോ. എന്താണ് മോന്റെ പേര്? മാഷാ അല്ലാഹ്, എല്ലാരും കൂടി തകർത്ത് കളഞ്ഞല്ലോ. വളരെ മനോഹരമായിട്ടാ പാടിയത് കേട്ടോ. ഫുആദ് മോനും നമ്മുടെ റാഷിദിക്കയും അതുപോലെ തന്നെ റാഷിദിക്കന്റെ അനിയൻ സിനാൻ മോനും. ഇനിയും ഒരു കുരുന്നിന്റെ ശബ്ദം കൂടി കേട്ടിരുന്നു. ആ കുട്ടിയുടെ പേരെന്താ? ചെറിയൊരു കുട്ടിയുടെ ശബ്ദം.
എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? റൈസാന്റെ ഇതുവരാണോ? ഓക്കെ, അപ്പോ പരിചയപ്പെടുത്ത അവിടെ ആരൊക്കെയാണ് പാടിയത്, ആരൊക്കെയാണോ പാട്ട് പാടാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ അതെ ഇൻഷാ അല്ലാഹ്. അപ്പോ മോൻ ഒന്നുകൂടി മൈക്കിൽ വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മോനെ ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പൊ ഇനി അടുത്ത പാട്ട് പാടാനായിരിക്കും ഒരുങ്ങിയിട്ടുണ്ടാവുക. ഏതായാലും പിന്നെ റാഷിദും എന്ന പിന്നെ സുഹൃത്തും അതുപോലെ തന്നെ ഫുആദ് മോനും സിനാനും മോനും അവരുടെ ഒരു കുഞ്ഞു അനിയനും കൂടിയാണ് പാടിയത്. അല്ലാഹു തആല പിന്നെ ഇതുപോലെ ഈ ഒരു സൗഹാർദ്ദം ഖിയാമത്ത് നാൾ വരെ, മരണം വരെ അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ഈ ഒരു സൗഹൃദത്തിൽ ആ ഒരു കുടുംബത്തിന് ഈ ഒരു മക്കളിലൂടെ അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു ക്ലാസ് റൂമിലൂടെ ഇങ്ങനെ ഒരു സംഗമിക്കുന്നത് വഴി കുടുംബത്തിൽ അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. ഈ ഒരു ഐക്യവും ഈ കെട്ടുറപ്പും ഈ മക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിലും ആ നാടിലും സമുദായത്തിൽ നൽകുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. കണ്ടോ, വളരെ മനോഹരമായിട്ട് 3-4 ആളുകളും എന്ത് രസമുണ്ടായിരുന്നു കേൾക്കാൻ. ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി ഉസ്താദൊക്കെ എനിക്ക് തോന്നുന്ന പിന്നെ മൈക്കെടുക്കാൻ ഇങ്ങനെ പിന്നെ വലിയ ആഗ്രഹം ഉണ്ടാവും ഉസ്താദിനെ ആശംസിക്കാനും അതുപോലെ തന്നെ ആശംസ വാക്കുകൾ പറയാനൊക്കെ. ബിസ്മില്ലാഹി ഉസ്താദൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ അതും അവരുടെ പ്രയോഗങ്ങളൊക്കെ നല്ല പിന്നെ മനോഹരമായിട്ട് തന്നെ അവരുടെ ഹർഫുകളൊക്കെ വരുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം തോന്നുന്നു. അത് മോന് അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് മോനായിരിക്കും, എന്തായാലും കൂടുതൽ പ്രായമായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ അനിയൻ സിനാൻ മോന് എല്ലാവിധ പിന്നെ അഭിനന്ദനങ്ങളും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് മേൽ അറിയിക്കുകയാണ്. ഇനിയും എല്ലാ ആഴ്ചയും കുരുന്നുകൂട്ടത്തിൽ സജീവമാകണം. അവസരം കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ഫുആദ് മോന് റാഷിദ്ക്കയുടെ വീട്ടിൽ വരണം, ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. നിങ്ങളെക്കാൾ പാട്ട് പാടാൻ അറിയുന്ന നിങ്ങളെ മദ്രസയിലും സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ആളല്ലേ, അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മാത്രമല്ല, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ആയിരക്കണക്കിന് റേഡിയോ ശ്രോതാക്കളും ഒരുപാട് ബൈലക് ശ്രോതാക്കളും ഒക്കെയുള്ള നമ്മുടെ ഈ ഒരു സംരംഭത്തില് ഒരുപാട് കുട്ടികൾക്ക് നിങ്ങൾ വഴി അവസരം ഈ ഒരു പിന്നെ നിങ്ങളുടെ ആ ഒരു ഐക്യം ഉണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കുരുന്നുകൂട്ടത്തില് ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളത് മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഇത് നിലനിർത്തുമാറാകട്ടെ. ഈ ഒരു പിന്നെ അവസരം നമുക്ക് തന്ന ഉസ്താദുമാർക്ക് അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരൊക്കെ പൊരുത്തം തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരമുള്ള പരിപാടി നടത്തുന്നത്. അല്ലാഹു തആല എന്തായാലും ഇതിലൊക്കെ പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ഉസ്താദുമാർ താഴെയുണ്ട്, സദാത്യങ്ങൾ അടക്കം താഴെയുണ്ട്. അവർക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ദുആക്ക് അവരൊക്കെ ആമീൻ പറയുമല്ലോ. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നമ്മുടെ ഫുആദ് മോനും റാഷിദ് മോനും സിനാൻ മോനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അല്ലാഹു തആല നിങ്ങളൊക്കെ സ്വാലിഹായ മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദ് റൈസാന്റെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഹൈദർക്ക, പിന്നെ നിങ്ങൾ ഫോൺ വിളിച്ചിരിക്കായിരിക്കും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എന്തായാലും ബിസ്മില്ലാഹി ഉസ്താദ് റൈസാന്റെ ചെയ്തുകൊണ്ട് അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഹൈദർക്കൊക്കെ പെട്ടെന്ന് കൊടുക്കുക. ഹൈദർക്ക നാട്ടിലേക്ക് നമ്മുടെ പിന്നെ സൗദിയിൽ നിന്ന് ഫോൺ വിളിച്ച് സുൽത്താൻ മോന് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കുരുന്നുകൂട്ടത്തിൽ എത്തിക്കാനുള്ളത്. ബിസ്മില്ലാഹി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ സംസാരത്തിന് ശേഷം നമുക്ക് ഹൈദർക്കൊക്കെ കൊടുക്കാം. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അവിടെ മോനെ 2 പാട്ട് പാടി ഞാനങ്ങനെ കേൾക്കുകയായിരുന്നു. ആദ്യത്തെ പാട്ടിലെ എന്താണ് യാ ഷഫീഇ എന്നുള്ളത് ഷഫീഇന്നോ, അതിന് ഷഫീ ഐനുള്ളോട്ട് ഹംസ ആയിട്ടാണ് ഉച്ചരിക്കുന്നത്. മോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് കുട്ടി കേൾക്കുന്നുണ്ടാണോ? നേരത്തെ പാട്ട് പാടിയ 2 പ്രാവശ്യം പാട്ട് പാടിയല്ലോ, ആ കുട്ടി കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്നുള്ള? കേൾക്കുന്നുണ്ടെങ്കിൽ ആരാണ്? ഹൈദർഖാന്റെ മക്കളാണോ പാടിയത്? ഹൈദർഖ ആ പാട്ട് പാടിയ കുട്ടി കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റഡിക്ക്.
ഏതായാലും മോൻ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണത് എന്താ അറിയോ, 2 പ്രാവശ്യം പാട്ട് പാടിയപ്പോഴും ഷഫി ഐനുള്ളടത്ത് ഹംസാക്കിയത് ഷഫി എ ഷഫി ഇ എന്ന് ആണല്ലോ പാടിയത്. അത് പാട്ടാവുമ്പോഴും ഷഫി ഷഫി എന്നൊക്കെ അങ്ങനെ തന്നെ പാടാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഐനായിട്ട് തന്നെ ഉച്ചരിക്കുക. പാട്ട് നല്ല ഉഷാറാണ്. അപ്പൊ ഈ മലയാളത്തിൽ എഴുതിയിട്ടായിരിക്കും അത് പഠിച്ചിട്ടുണ്ടാകുക. അപ്പൊ ഷഫി എന്നൊക്കെ ഉള്ളതിന് ഷഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മാറും. മലയാളത്തിൽ എഴുതി പഠിക്കണോണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് മലയാളത്തിൽ എഴുതിയാലും അവിടെ അറബി വാക്കുകളൊക്കെ ആകുമ്പോൾ അതിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ അതിന് ശ്രദ്ധിക്കണം. അതിനൊക്കെ പറയാനൊക്കെ അറിയാലോ, കുട്ടിയെ ശ്രദ്ധിക്കാത്ത ഈ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ശ്രദ്ധിക്കാൻ. നല്ല പാട്ടാണ്, നല്ല ശബ്ദമാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പാട്ട് മലയാളത്തിൽ പാടുകയാണെങ്കിലും അതിൽ അറബി വാക്കുകൾ വരികയാണെങ്കിൽ അതിന്റെ അക്ഷരങ്ങൾ ശരിക്കും ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വലിയവര് അതിന് പറഞ്ഞു കൊടുക്കുക. അതാണ് പറയാനുള്ളത്. നല്ല പാട്ടാണ്. അൽഹംദുലില്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ സുൽത്താൻ ഒന്നുകൂടി കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വലിയൊരു ക്ലിയർ ഒന്നുമില്ല. അവനെ ഉമ്മാന്റെ വീട്ടിലായതുകൊണ്ട് നെറ്റ് ക്ലിയർ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, സുൽത്താനെ ഒരുപാട് ആൾ കേൾക്കുന്നുണ്ട്. എന്റെ പാട്ട് നന്നായി പാടിക്കോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് റേഡിയോ ശ്രോതാക്കളുണ്ട്. നന്നായി പാടിക്കോ. ഓക്കെ, ക്ലിയർ ഉണ്ടെങ്കിൽ. കേൾക്കുന്നുണ്ടോ? മൈക്കെടുത്തോ. റെഡിയാണ്, പാടിക്കോ. അസ്സലാമു അലൈക്കും. എന്റെ പേര് സുൽത്താൻ. ഞാൻ മലപ്പുറം കോഴിക്കോട് നിന്നാണ്. ഞാൻ ഒരു പാട്ട് പാടുന്നു. ആനേ സമയത്തിൽ കുസുരിതൻ ഒരു സൗഖ്യത്തിൽ അതിനും ഉറവികളുണ്ട് ചെടിമുണ്ട് എടയുടെ തൊലിപ്പൊളി മെരിമെരിട്ട് എതിരാളെ മൂളിത്താരി താരി തീരിട്ട് എതിരാളെ മൂളിത്താരി താരി തീരിട്ട് ഒരു സൗഖ്യത്തിൽ കഠിനം ഉറവി കണ്ണടി തിരിമുടിച്ചിരുന്നിട്ട് ഇടയടുത്തൊരു പൊളിരിട്ട് എതിരാളെ മോളിത്താരി താരി ചെയ്തിട്ട് എതിരാളെ മോളിത്താരി താരി ചെയ്തിട്ട് താളവും പോളിമാറൂട്ടിക്ക് ഊർജിയം തൂങ്ങാൻ കൊണ്ട് താളവന്നൂരിൽ മാറൂട്ടിക്ക് ഊർജിയം തൂങ്ങാണ്ടാതി സദുർഗം കൊണ്ട് അങ്ങനെ ചിന്തിതവയും അവനെ തടുത്ത് പറഞ്ഞില്ല ആലുപ്പുകൾ അതിനെ മുറിച്ച് ഇരുന്നത്തില്ലാവെന്ന് ിലാവഞ്ഞത്തെ സൗഷത്താണ് ആനവൻ ഒരു സൗട്ടിട്ട് കഠിനം ഉറവികളുണ്ട് തിരിവടിച്ചിരി മട്ടി എടയുടെ തൊഴിലായി എതിരാളെ മോളി താരി താരി തീരിട്ട് എതിരാളെ മോളി താരി താരി തീരിട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് വളരെ മനോഹരമായിട്ട് തന്നെ പാടി. പക്ഷേ പിന്നെ ചെറിയ ക്ലിയർ കുറവൊക്കെ ഉണ്ടായിരുന്നു. എതിർക്ക എന്തായാലും അള്ളാഹു താല ഈ ഒരു ശ്രമത്തെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കുരുന്നുകൂട്ടത്തിലും പരമാവധി ബഹുമാനപ്പെട്ട എതിർക്ക ഇതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. സുൽത്താൻ മോന്റെ പാട്ട് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. മാഷാ അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു താല നമ്മുടെ സുൽത്താൻ മോനെ കൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ. സ്വാലിഹ്യങ്ങളായ കുട്ടികൾ അള്ളാഹു താല നമ്മുടെ സുൽത്താൻ മോനെയും ഇവിടെ വന്ന് പാട്ടുപാടി എല്ലാ കുരുന്നു മക്കളെയും സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ദുആ ചെയ്യുന്ന, അവർക്ക് കണ്ണിന് കുളിർമയേകുന്ന, സമുദായത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ കണ്ണിന് കുളിർമയേകുന്ന മക്കളിൽ അള്ളാഹു താല നമ്മുടെ സുൽത്താൻ മോനെയും അതുപോലെ തന്നെ ഇവിടെ പാട്ടുപാടി എല്ലാ കുരുന്നു മക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനൊക്കെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട
ബിസ്മില്ലാഹി ഉസ്താദിന് ജസാക്കല്ലാഹു ഖൈറുൽ ജസാ. അവസരോചിതം ബഹുമാനപ്പെട്ട ഉസ്താദ് കുരുന്നു മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. പക്ഷേ നമ്മുടെ ആ കുരുന്നു മക്കള് ഉസ്താദിന്റെ ശബ്ദം കേട്ടോ എന്നറിയില്ല. അവർ പബ്ലിക്കിൽ കൂടുതൽ ടെക്സ്റ്റ് അടിക്കുന്ന കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നവർ കേട്ടിട്ടുണ്ടാകും, പക്ഷെ അവർ പബ്ലിക്കിൽ അവർക്ക് ടെക്സ്റ്റ് അടിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നും എനിക്കറിയില്ല. എന്തായാലും പബ്ലിക്കിൽ ടെക്സ്റ്റ് അടിക്കുന്നത് കാണുന്നില്ല. അവർ PM ലൊക്കെ വരുന്നുണ്ട്. എന്തായാലും അല്ലാഹു തആല നാം കേട്ടതിനെയും അറിഞ്ഞതിനെയും മനസ്സിലാക്കിയതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ കൊണ്ടുവരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ നമ്മുടെ പ്രയോഗത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് അതിലെ ആ ഒരു മഖ്റജിൽ നിന്നൊക്കെ ഉള്ള സംസാരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അത്തരത്തിൽ സംസാരിക്കാൻ. കാരണം നമുക്ക് അത്തരത്തിലുള്ള വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ വിവരമില്ലാത്ത ആളുകളാണ് അല്ലെ, നമ്മൾ അജ്ഞരാണ്. അപ്പോ ഒരുപാട് ഉസ്താദുമാരെ നമ്മുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ആ ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടൽ വലിയ സന്തോഷമായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇനിയും ഉസ്താദ് മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സുൽത്താനെ മോനെ ഇനിയും പാട്ട് പാടാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ വീട്ടിലല്ല, മറ്റൊരു കുടുംബ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഫോണിന് ഒരു ക്ലിയർ കുറവൊക്കെ, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ പാട്ട് പാടാറുണ്ടായിരുന്നു. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും മലപ്പുറത്ത് കോടൂരിൽ നിന്ന് നമ്മുടെ ഹൈദർ എന്ന ഐഡിയിൽ നിന്നുള്ള ഹൈദർക്ക് എന്റെ പൊന്നുമോൻ, നമ്മുടെ എല്ലാവരെയും സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാവരുടെയും പൊന്നുമോൻ സുൽത്താൻ മോനാണ് നമുക്ക് പാട്ട് പാടുന്നത്. മാഷാ അല്ലാഹ് വളരെയധികം സന്തോഷം തോന്നുന്നു സുൽത്താൻ മോനെ. അല്ലാഹു തആല ആ ഒരു കഴിവ് നിലനിർത്തുമാറാകട്ടെ. നല്ല കഴിവുള്ള കുട്ടിയാണ് സുൽത്താൻ മോൻ. ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അത്യുന്നതിയിൽ എത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മതപരവും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള വിജ്ഞാനങ്ങളെ കരഗതമാക്കി സമുദായത്തിന്റെ ഒരു നേതൃത്വ നിലയിലേക്ക് എത്താൻ ആ കുട്ടികൾ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മുടെ കുരുന്നു കൂട്ടത്തിൽ വന്ന് പാടുന്ന എല്ലാ കുട്ടികളെയും, കുരുന്നു പെൺകുട്ടികളൊക്കെ പാടാറുണ്ട്, ആ കുട്ടികൾക്ക് അല്ലാഹു തആല സ്വാലിഹത്തുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലെ. നമ്മുടെ ഉപ്പമാരല്ലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കാൻ അല്ലെ, ഇൽമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കുരുന്നുകൂട്ടത്തിൽ പാടിയ മക്കൾ അല്ലാഹു തആല അവർക്ക് അത്തരത്തിലൊരു ഒരു പദവി അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുരുന്നു മക്കളുണ്ട് മൈക്കിലേക്ക് വരാന്. ഫുർഖാൻ എന്ന ഐഡിയിലുള്ള ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇനിയുണ്ടല്ലോ അവിടെ മക്കള്, കുരുന്നു മക്കള് ഒരുപാടുണ്ടല്ലോ. മുഹമ്മദ് മുഹ്സിൻ മോൻ മാത്രമാണ് പാട്ട് പാടിയത്. മുഹമ്മദ് മുഹ്സിൻ മോൻ മാത്രമാണ് പാടിയത്. മുഹമ്മദ് മുഹ്സിൻ മോൻ. ഹസൻ മോനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹസൻ മോനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഷാർജയിൽ നിന്ന് നേരത്തെ അബ്ദുള്ള തോട്ടക്കാട് ഇവിടെ ഒരു ടെക്സ്റ്റ് അടിക്കുകയുണ്ടായി. നമ്മുടെ കുരുന്നുകൂട്ടത്തില് പാട്ട് പാടുന്ന അധിക പാട്ടുകാരും ഗംഭീരമായി പാട്ട് പാടുന്ന അധിക മക്കളും ഷാർജയിൽ നിന്നുള്ളവരാണുള്ളത്. അത് മജിദ മോൾ ആയിക്കോട്ടെ, നമ്മുടെ ഹസൻ മോൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റൊരു കുരുന്ന്, ഞാൻ പേര് ഓർക്കുന്നില്ല ഇപ്പോ. എന്തായാലും ഒരുപാട് ആളുകൾ അങ്ങനെ ഷാർജയിൽ നിന്നുള്ള കുരുന്നുകളുണ്ട്. അപ്പോ അജ്മാലിൽ നിന്നുള്ള അബ്ദുറഹിമാൻ, നാലകത്ത് അബ്ദുറഹിമാൻ എന്ന ഐഡിയിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആയിഷ മോളും അബ്ദുറഹിമാൻ മോനൊക്കെ ഒരുപാട് പാട്ട് പാടുന്നതാണ്, കാണുന്നില്ലല്ലോ ഇന്ന്. അബ്ദുറഹിമാൻ നാലകത്ത് അബ്ദുറഹിമാൻ എന്നുള്ള ഐഡി കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ സ്ക്രീനൊന്നും നീങ്ങുന്ന കാണുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്നില്ല ആരും? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. പോരാ, അത്ര ആൾക്കാർ കേൾക്കുന്നുള്ളൂ. ദിൽഷാദ് മോനൊക്കെ പാട്ട് നിർത്തിയോ? ദിൽഷാദ് മോനെ ദംസാസ് മോൻ ഇനി പാടുന്നില്ലേ? ദംസാസ് മോനൊക്കെ പാട്ട് പാടണം, ഇനിയും മൈക്കിൽ വരണം. ദംസാസ് മോൻ, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് കുമ്പളെ ഒരുപാട് നേരം നമുക്ക് നേതൃത്വം നൽകി. നമ്മുടെ കുരുന്നുകൂട്ടത്തിൽ ഒരുപാട് കുട്ടികൾ പാട്ടുപാടി. ബഹുമാനപ്പെട്ടവരും തന്നെ 2 പാട്ടുകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് പാടിത്തന്നു. എല്ലാം മാഷാ അല്ലാഹ് വളരെ സന്തോഷം തോന്നുന്നു. ഇന്നത്തെ കുരുന്നുകൂട്ടം ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതോടുകൂടി കുട്ടികളൊക്കെ എന്താ അറിയോ, മറ്റുള്ളവർ പാടുമ്പോ കളിക്കാൻ പോയി എന്നാ പറയുന്നത്. അതല്ല ഉസ്താദെ, അവരിപ്പൊ തന്നെ പാടട്ടെ. എല്ലാവരും കളിക്കാൻ പോയി എന്നുള്ള ടെക്സ്റ്റുകളാണ് വരുന്നത് ഇവിടെ. അടുത്ത ആഴ്ച ഇനി പാടാം, ഞങ്ങളെ കളിക്കാൻ പോവാണ്, ഇനി കളിക്കും വേണ്ട എന്നുള്ളതാണ്.
ഏതായാലും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അസീസമാൻ ഉസ്താദ് അതിനിടയ്ക്ക് ഒന്ന് ശ്രമിക്കണ്ടായി പാട്ട് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കാൻ. അപ്പോഴേക്കും പിന്നെ മൈക്കെടുത്തിട്ട് കിട്ടാതെയായി. പിന്നീട് നാട്ടില് മഗ്‌രിബിന്റെ സമയമായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദ് പേടി ഒന്നുകൂടി മാറാനുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാ, മാജിദാമോള് എന്താണ് ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കുന്നത്? മാജിദാമോള് വളരെ പെട്ടെന്ന് മൈക്കിൽ വന്നാട്ടെ. എന്തൊരു കഷ്ടാണ് അതിനല്ലേ. അപ്പൊ എന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല, ഈ കുട്ടികളൊന്നും ശബ്ദം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നേ. അസ്സലാമു അലൈക്കും. പാട്ട് പാടാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നേ. ഏത് പാട്ടും പാടാ അല്ലെ? ഏത് പാട്ടും പാടാ. കേരളത്തിനെ കുറിച്ചല്ലേ, നമുക്ക് ജീവിക്കുന്ന നാടിനെ കുറിച്ച് പാട്ട് പാടുന്നതിന് എന്താ? ആ മാജിദാമോള് റൈസാൻ ചെയ്ത് വരൂ, മാജിദാമോള് റൈസാൻ ചെയ്ത് വരൂ, പാട്ട് പാടിക്കോളൂ. സമസ്തനെ കുറിച്ച് പാട്ട് പാടുന്നത് ഞാൻ കേട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാന്. എന്നും ഈ ഒരു പാട്ട് നിലനിർത്തണേ. നമ്മുടെ കുരുന്നു കൂട്ടത്തില് ഏത് പാട്ടും മോള് പാടിയാലും സമസ്തയെ കുറിച്ചുള്ള ആ ഒരു പാട്ട് എന്നും ഇൻഷാ അല്ലാഹ് അത് പാടണം. മോള് തുടക്കം മുതലേ പറഞ്ഞു വരുന്നതാണ്, പാടാറുണ്ട്. അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒരു വ്യത്യസ്തമായ പാട്ടുമായിട്ട് മജീദ് നമ്മൾ മൈക്കിലേക്ക് വരുന്നുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, പാരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്, തെയ്യവും കഥകളിൽ നാവേ പാടിയ നാടിത കേദമതങ്ങൾ താങ്ങിയ പൊൻകുടമേന്റെ തിര നിന്നെ കണി കാണും പുലരി തെളിയുഷമലരി മാമ്പൂ മഞ്ഞവും തൂകി. കേരളമാമക കേരള നാട്ടിലെ വാഴ്വിതേ, തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, പാരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്. പുഞ്ചിരി ചുടിയിൽ നെഞ്ചിലും പിരിശം വഞ്ചന എന്തെന്നറിയില്ല, പലവിധ ജാതി പല മതമെന്ന പൈതികളാകാൻ നിന്നില്ല. പള്ളിയും അമ്പലം മസ്ജിദ് തൊട്ടതിലാർക്കും എതിരില്ല, പരിമളം ഇപ്പൂങ്കാവിലരമ്മ പെറ്റൊരു മക്കളും പൊരുതില്ല. മരതകമണിവനം അത് മൊഴിയെടുക്കുലും കുയിലായി വൈതറ് ചങ്ങം പുഴയും പാടിയ ഈരടി കരളിൽ നിറയും മലയാളം മൊഴി നമുക്കതിർപ്പമിത, മലരങ്ങുമാറ്റു മല പൊരുത്തമിത, മലരടി കാടുകൾ തിങ്ങിയ സ്ഥാനമിതാ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, പാരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്. തുഞ്ചൻ തീർത്ത മൊഞ്ചിൻ മൊഴികൾ കഥകൾ വിശ്രുതമായിടമേ, കലകൾ തിരുവാതിരയും ഒപ്പന കൂത്തുകൾ എത്ര മനോഹരമേ. വൈതറ് കെട്ടിയ തൊക്കളും ചായലും കെസ്സും കൈതവും കൗതുകമേ. വായ്ത്താരികളാ ഓത്തും വിളിയും ദഫും കോൽക്കടി കരകരമേ. മരതകമണിവലം ഒരു കുഴിയിൽ കുരം കുയിലായി വൈതറ് ചങ്ങം പുഴയും പാടിയ ഈരടി കരളിൽ നിറയും മലയാളം മൊഴി നമുക്കതിർപ്പമിത, മഹിയങ്ങുമായിട്ട് മല പൊരുത്തമിത, മലരടി കാടുകൾ തിങ്ങിയ സ്ഥാനമിതാ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, പാരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്, തെയ്യവും കഥകളിൽ നാവ് പാടിയ നാടിത് കേദമതങ്ങ താങ്ങിയ പൊൻകുടമേന്റെ തിര നിന്നെ കണി കാണും പുലരി തെളിയുഷമലരി മാമ്പൂ മഞ്ഞവും തൂകി. കേരളമാമക കേരള നാട്ടിൽ വാഴ്വിതേ, തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, പാരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. മാജിദ മോള് വളരെ മനോഹരമായിട്ട് പാട്ടുപാടി. നമ്മുടെ കേരളത്തെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ച്, ആ നാടിന്റെ പൈതൃകത്തെ കുറിച്ച്, പിന്നെ അവിടുത്തെ ഓരോ എന്താ പറയാ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ ദഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. മാഷാ അല്ലാഹ് വളരെ സന്തോഷം തോന്നുന്നു. ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നല്ല രസാക്കി കേൾക്കാനല്ലേ. നല്ല മനോഹരമായിട്ട് മോള് പാടി. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരമാവധി നല്ല നല്ല പാട്ടുകളുമായിട്ട് മുന്നോട്ട് വരിക. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ ഒക്കെ പഠിച്ചിട്ട് മോള് വരണം ഇൻഷാ അല്ലാഹ് ട്ടോ. നല്ല റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് തന്നെ ഒരുപാട് പാട്ടുകളില്ലേ, വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകള്. അതൊക്കെ പാടുമ്പോ നല്ല രസമായിരിക്കും കേൾക്കാന്. കേരളത്തിന്റെ പാട്ടും നല്ല രസമുണ്ട് കേൾക്കാന്, എല്ലാം രസമുണ്ട് കേൾക്കാന്. പക്ഷെ അതിനേക്കാളൊക്കെ നമുക്ക് നമ്മുടെ കരന്റെ കഷ്ടമായ റസൂലുള്ളാഹി തങ്ങളുടെ കുറിച്ചുള്ള പാട്ട് കേൾക്കുമ്പോ നല്ല കേൾക്കാൻ ഒരു ആവേശം ഉണ്ടാകും നമുക്ക്. അതിനേക്കാളൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവും. പിന്നെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞ അവിടത്തെ കുറിച്ച് പാടിയ പാട്ടുകളൊക്കെ പാടിയിട്ട് ദുആ ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെ. ഏതായാലും മജിദാമോള് തന്നെ വീണ്ടും റൈസാന് ചെയ്ത് എനിക്ക് എല്ലാ പാട്ടും എന്നെ കൊണ്ട് പാട്ട് പാടാൻ കഴിയും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ട് പാടാൻ വേണ്ടി റൈസാന് ചെയ്ത് നിൽക്കാട്ടോ. മോൾക്ക് പിന്നെ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അമ്പരന്റെ താജരേ അമ്പുജാന സ്നേഹരേ അമ്പിയായിലിമ്പ പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പറിലേറെ സുഗന്ധരേ യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം അമ്പരന്റെ താജരേ അമ്പുജാന സ്നേഹരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പിയായിലിമ്പ പൂവരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പരിലേറെ സുഗന്ധരേ പണ്ടു ജഹൻ കോരരുൾ നിറഞ്ഞ് പൊങ്ങു കാലമിൽ പണ്ടവന്റെ ആജ്ഞയെ ധിക്കരിച്ച മരുതരിൽ പണ്ടു ജഹൻ കോരരുൾ നിറഞ്ഞ് പൊങ്ങു കാലമിൽ പണ്ടവന്റെ ആജ്ഞയെ ധിക്കരിച്ച മരുതരിൽ വിണ്ടു നബിയുള്ളതിൻ വിധികളൊക്കെ മെച്ചമിൽ വിശ്രുത വിശുദ്ധിയേറിയുള്ള സ്നേഹസ്വരമതിൽ ആ സ്വരം മുഴങ്ങി ലോകമിൽ ആഗമം മറിഞ്ഞു ആലമിൽ ആ സ്വരം മുഴങ്ങി ലോകമിൽ ആഗമം മറിഞ്ഞു ആലമിൽ യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം അറിവിനുറവ തേങ്കളം പോലെ നബി തീർത്തതും അതിനു വേണ്ടി ത്യാഗപൂർണ്ണ ജീവിതം നയിച്ചതും അറിവിനുറവ തേങ്കളം പോലെ നബി തീർത്തതും അതിനു വേണ്ടി ത്യാഗപൂർണ്ണ ജീവിതം നയിച്ചതും അഖിലരുമ വീതിയിൽ അടിയുറച്ചു നിന്നതും അഷറഫർ നബി ചരിത്രം എത്രയോ മനോഹരം വിശ്രുവാകെ കീർത്തിയാദരം വിസ്മയമാതേറെ സുന്ദരം വിശ്രുവാകെ കീർത്തിയാദരം
വിസ്മയമാതേറെ സുന്ദരം. യാ നബി സലാം, യാ റസൂൽ സലാം, യാ ഷഫീഅൽ മുദ്രിബീൻ സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, യാ ഷഫീഅൽ മുദ്രിബീൻ സലാം. അമ്പരന്റെ താജനെ അമ്പുജാന സ്നേഹരെ, അമ്പിയായിലിമ്പപ്പൂവരെ, അമ്പിയായിലന്ത്യദൂതരെ, അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ, അമ്പരം തിളക്കമാക്കിയേ, അമ്പരിലേറെ സുഗന്ധരേ. അമ്പവന്റെ താജനെ അമ്പുജാന സ്നേഹരെ, അമ്പിയായിലിമ്പപ്പൂവരെ, അമ്പിയായിലന്ത്യദൂതരെ, അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ, അമ്പരം തിളക്കമാക്കിയേ, അമ്പരിലേറെ സുഗന്ധരേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മജിദ മോള് വീണ്ടും ഒരു എന്താ പറയാ ചരിത്രം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണല്ലേ. മോൾ അടുപ്പിച്ച് വളരെ മനോഹരമായിട്ടുള്ള 2 പാട്ടുകൾ, ആദ്യം കേരളത്തെ കുറിച്ച് പാടി, പിന്നെ മോള് തന്നെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള പാട്ട് പാടി. ഷഫീഅൽ മുദ്നിബീൻ എന്നാണല്ലേ, ഷഫീഅൽ മുദ്നിബീൻ. ബിസ്മില്ലാഹി ഉസ്താദൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ പിന്നെ പ്രത്യേകിച്ച് മാജിദ മോള് പലപ്പോഴും ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നതും കാണാറുണ്ട്. ഉസ്താദുമാരെ മുമ്പ് അടിയിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും സംസാരിക്കുന്ന പദങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ബിസ്മില്ലാഹി ഉസ്താദേ മൈക്കിൽ വന്നിട്ട് പറഞ്ഞോളും മാജിദ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാലോ. ഏതായാലും വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല സന്തോഷം തോന്നുന്നു. മാജിദ മോൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. കുടുംബത്തിനും നാടിനും ഒക്കെ ഐശ്വര്യമാകും വിധം ഒരു സ്വലിഹത്തായ പിന്നെ മകളായി അല്ലാഹു തആല ഈ പൊന്നുമോളെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു തആല നമ്മുടെ മാജിദ മോളെ ഉൾപ്പെടുത്തട്ടെ. നല്ല പിന്നെ ദീനിയായിട്ടുള്ള വിവരം ഉള്ള എന്ന് പറഞ്ഞാൽ എല്ലാവിധ വിവരവും, മതവും ആയിക്കോട്ടെ ഭൗതിക ആയിക്കോട്ടെ, എല്ലാ വിവരവും ഉള്ള ഒരു പിന്നെ കുട്ടിയായി അല്ലാഹു തആല നമ്മുടെ മാജിദ മോൾ അത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാനങ്ങൾ കരഗതമാകാനും അത് സമുദായത്തിന് ഉപകരിക്കുന്ന രൂപത്തിലാകാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തില് ഒരുപാട് ഉമ്മമാര് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് വിവരമുള്ള, ഒരുപാട് കിതാബൊക്കെ തിരിയുന്ന, ഏത് വിഷയത്തിനും നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സംശയങ്ങൾ തീരാനോ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ഉമ്മമാരിൽ, അത്തരത്തിലുള്ള പിന്നെ വിവരമുള്ള പണ്ഡിതരായിട്ടുള്ള ഉമ്മമാരെ നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു പിന്നെ വിവരമുള്ള പണ്ഡിതരിൽ നമ്മുടെ മാജിദ മോളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ നിമിഷത്തിൽ ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം വിളയിൽ പറപ്പൂരിൽ നിന്നുള്ള ലൈവ് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അമീർ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ പൂന്നും കണ്ടിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ടവർ വളരെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നു പോയതാണ്. പറപ്പൂർ റൗളത്തുൽ ഉലൂം മദ്രസ ഖത്മുൽ ഖുർആൻ വാർഷിക പരിപാടിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഒരു യുവ പ്രഭാഷകൻ ഷഫീഖ് ദാരിമി എന്ന ഉസ്താദ് അവറുകൾ ഇന്ത്യൻ സമയം 8:30 ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ സമയം എത്രയായിട്ടുണ്ടാവും, ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 1 മണിക്കൂർ കൂടി ഉണ്ട്. 8:30 ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നടത്തും. തത്സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടാകും. 7:20 7:20 ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടിക്ക് 8:30. അപ്പോ നമ്മൾ നാട്ടിൽ 7:20 സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മഷ്കൂർ, ജസാക്കല്ലാഹ്. അപ്പോ നാട്ടില് 7:20 സമയമായിട്ടുണ്ട്. 8:30 നമ്മുടെ ഈ ലൈവ്. മഷ്കൂർ ജസാക്കല്ലാഹു ഖൈറൽ ജസാ ബഹുമാനപ്പെട്ട അമീർ സാഹിബ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആണത്. ഓക്കെ, ഏതായാലും ഈ ഒരു പിന്നെ
പരിപാടി എല്ലാവരെയും അറിയിക്കുകയും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എത്തിക്കുകയും ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. പറപ്പൂരിൽ നിന്നുള്ള പറപ്പൂർ റൗദത്തുൽ ഉലൂം മദ്രസ ഖത്മുൽ ഖുർആൻ വാർഷിക പരിപാടിയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഷഫീഖ് ദാരിമി ഉസ്താദിന്റെ ഒരു പ്രഭാഷകൻ, യുവ പ്രഭാഷകനാണ്, ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട ഷഫീഖ് ദാരിമി ഉസ്താദ്. ബഹുമാനപ്പെട്ടവരാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പ്രഭാഷണം നടത്തുന്നത്. അപ്പൊ എല്ലാവരും ഈ വിവരം, പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ സമയം 8:30. ഇനി ഏകദേശം ഒരു മണിക്കൂറിലധികമുണ്ട്, ഒരു മണിക്കൂറിൽ അധികമുണ്ട്. ഏതായാലും ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും സജ്ജരാവുക. പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊക്കെ അറിയിക്കുക. ബൈലക്സിൽ തന്നെ സജീവമാവുക. എല്ലാ ആളുകളും അത് കേൾക്കാൻ വേണ്ടി റെഡിയാകുക. ഫാമിലികൾക്ക് അതിന് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഫാമിലിയും അതിന് റെഡിയാകുക. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ ശ്രോതാക്കൾ റെഡിയാകുക. വളരെ മനോഹരമായിട്ടുള്ള ലൈവാണ് ഇൻഷാ അല്ലാഹ്. വളരെ ക്ലിയറോട് കൂടെ തന്നെ അത് എത്തിക്കാൻ നമുക്ക് അത് എത്തിച്ചേരുന്ന ലൈവ് ടീമിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമുക്കൊക്കെ ഇരുന്ന് കേട്ടാ പോരെ, നമുക്കൊരു പ്രയാസവും ഇല്ല. ബൈലക്സ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതൊക്കെ ലാപ്ടോപ്പും അതുപോലെ ക്യാമറയും അത് ഔട്ട് വയറൊക്കെ ആയിട്ട് പോണ്ടേ. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്തിനാണ് നമ്മുടെ മുറാഖിബ് എന്തിനാണ് ഡോട്ട് എന്ന് ചോദിച്ചിട്ട് ഒരു PM അടിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അമീർ സാഹിബിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മുറാഖിബുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് അറിയിക്കുകയാണ്. മുറാഖിബ് നമ്മുടെ വെറുതെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എന്റെ മുറാഖിബ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ ഡോട്ട് ഉള്ളതുകൊണ്ട് ശബ്ദത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, ശബ്ദം കേൾക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എപ്പോഴും ഇങ്ങനെ ഡോട്ട് ഇടുന്ന പരിപാടി ഒന്നുമില്ലേ? സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെറുതെ ഡോട്ട് ഇടുന്ന പരിപാടി നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടീനോ? നിങ്ങൾ എന്തെങ്കിലും വേണ്ടാത്ത ചെയ്തിരുന്ന അനാവശ്യമായിട്ട് നിൽക്കാതെ ആളുകളെ ശ്രോതാക്കളൊക്കെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ വല്ല ടെക്സ്റ്റ് അടിച്ചിരുന്നോ? വെറുതെ ഡോട്ട് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കൊടുക്കാറില്ല, അതങ്ങനെ കൊടുക്കുന്നത് കാണാറില്ല. അങ്ങനെ ഉസ്താദന്മാരൊട്ട് കൊടുക്കാൻ സമ്മതിക്കാറുമില്ല. അമീർ സാഹിബൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുരുന്നുകൂട്ടാണ്. അവർക്ക് ഉള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകാമെന്ന് മനസ്സിലാകുന്നത്. എന്തിനാ ഇപ്പൊ നിങ്ങൾക്ക് ഡോട്ട് ഒഴിവാക്കുന്നത്? ഇപ്പൊ ആദർശ ചർച്ചയോ അല്ലെങ്കിൽ മറ്റു ചർച്ചകളോ ഒന്നുമില്ല കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പോ പ്രശ്നങ്ങളും പ്രയാസവും ഉണ്ടാവില്ല താനും. അപ്പോ നിങ്ങളുടെ വല്ല കുരുന്നു മക്കളുമായിട്ട് മൈക്കിൽ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് പാടാൻ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അവസരമുണ്ട്. എല്ലാ പ്രസ്ഥാനക്കാർക്കും പാടട്ടോ. നമ്മളെ കുരുന്നു മക്കൾക്ക് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കുട്ടികളുടെ അസർഗാത്മകമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ ഇവിടെ എല്ലാവർക്കും അവസരമുണ്ട് കേട്ടോ. മുറാഖിബിന്റെ കയ്യിൽ കുട്ടികളുണ്ടെങ്കിൽ, ഫാമിലി ഉണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ട് മൈക്കിലേക്ക് വന്നോളൂ, റൈസാൻ ചെയ്ത് വന്നോളൂ. ഇൻഷാ അല്ലാഹ് മുറാഖിബിൽ മൈക്കുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് മുറാഖിബ്? ഇപ്പൊ ബസ്സൊക്കെ പോയി ആള്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണോ? SSF സോങ് ഒന്നും പറ്റൂല ഇവിടെ. ഇതുവരെ ഇവിടെ പാടിയ കുട്ടികളൊക്കെ നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും അവിടുത്തെ പോരീഷ്യവും ഉണർത്തുന്ന രൂപത്തിലുള്ള പാട്ടുകളാണ് പാടിയത്. ഞങ്ങൾ SSFന്റെ പാട്ടൊന്നും പാടേണ്ട ബഹുമാനപ്പെട്ട അമീർ സാഹിബ് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സുൽത്താനുലൂടെ പടച്ചറപ്പേ എന്തൊക്കെ. ഞങ്ങൾക്ക് ഈ കാഞ്ചന താരം എന്നും കേൾക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവൂലേ? കാഞ്ചനത്താരം ബഹുമാനപ്പെട്ട അബ്ദുള്ള കുമ്പളസ്താദ് കേൾക്കുന്നുണ്ടല്ലോ. കാഞ്ചനത്താരം, കാലത്തിന്റെ കൗതുക താരം. അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അയാൾ ബസ് അടിക്കണ്ടെന്നെ. കാന്തപൂരം കാഞ്ചനത്താരം, കാലത്തിന്റെ കൗതുക താരം. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിച്ചൂടെ പടച്ചറപ്പ്. എന്റെ പൊന്നു ഉറാക്കിയത് എന്റെ ശബ്ദം കേൾക്കണ്ട. ആ രൂപത്തിലുള്ള പാട്ടൊന്നും പാടാൻ റൈസാൻ ചെയ്ത് വരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. നമ്മുടെ ചെറുപ്പകാലത്തെ കോളേജിലൊക്കെ പോണ സമയത്ത് സുഹൃത്തുക്കളായിട്ടുള്ള വല്ല ഏറ്റിക്കുട്ടികളുണ്ടെങ്കിൽ ഒരു വലിയ ആവേശത്തിൽ നമുക്ക് കേൾപ്പിച്ചു തരായിരിക്കും. കാന്തപൂരം കാഞ്ചന കാലത്തിന്റെ കൗതുകത്താരെന്നൊക്കെ പറഞ്ഞിട്ട് പടച്ചോനെ. എന്റെ പ്രിയപ്പെട്ട കുരുന്ന് മക്കൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരവസരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാം. മുറാഖിബ് നമ്മുടെ ആദർശ ചർച്ചയും ആശയ ചർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരേണ്ടി കേട്ടോ. രാത്രി സമയത്ത് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉസ്താദന്മാരിരുന്നിട്ട് മൈക്കിലേക്ക് വിളിക്കുകയാണ് മുറാഖിബിനൊക്കെ. മുറാഖിബാണെങ്കിലും ഇസ്ലാഹി ആണെങ്കിലും ആർക്കും മൈക്കിൽ വരാനുള്ള അവസരം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എല്ലാ ദിവസവും രാത്രി അതിനുവേണ്ടി സമയം